ശരിക്കും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്ന് തന്നെ പറയാം. കാരണം മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ലൈനപ്പുകൾ കാണുമ്പോൾ അത് ശരിക്കും പ്രകടവുമാകുന്നുണ്ട്. പുതിയ പുതിയ സംവിധായകർ, പുതിയ പുതിയ കഥകൾ മോഹൻലാലിലേക്ക് വരുന്നു എന്നത് കാണാൻ കഴിയും. കോവിഡിന് ശേഷം അത്രയ്ക്ക് ഗംഭീര സിനിമകളൊന്നും മോഹൻലാലിന്റെ കയ്യിലോട്ട് എത്തിയില്ല. കുറച്ച് പരീക്ഷണങ്ങൾ മോഹൻലാലൊക്കെ നടത്തിയെങ്കിലും വലിയ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ ചിത്രങ്ങളൊക്കെ ഗംഭീര ചിത്രങ്ങൾ തന്നെയാണ്. പിൽക്കാലത്ത് ആ ചിത്രങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ജനത എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇനിയിപ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചില സിനിമകൾ എടുത്താൽ അതിലൊക്കെ യുവ സംവിധായകരിൽ പ്രഗത്ഭരായ വ്യക്തികളും ഒപ്പം മികച്ച തിരക്കഥകൾ ഒരുക്കുന്ന വ്യക്തികളും ഒക്കെയാണ് മോഹൻലാലിനൊപ്പം ചേരാൻ പോകുന്നത്. അതിന് തുടക്കം 2025 മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴിതാ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ലൈനപ്പുകളിൽ പുതിയൊരു സംവിധാനം കൂടി എത്തുന്നു, വിപിൻ ദാസ്. വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ ഷിബു ബേബി ജോൺ ആണ് മോഹൻലാൽ വിപിൻ ദാസ് ചിത്രം നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മോഹൻലാൽ നായകനായി ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബനിലൂടെയാണ് ഷിബു ബേബി ജോൺ നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. ആന്റണി വർഗീസ് നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ദാവീദാണ് രണ്ടാമത്തെ നിർമ്മാണ സംരംഭം. ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ദാവീദ് റിലീസിന് ഒരുങ്ങുകയാണ്. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളുടെ വമ്പൻ വിജയത്തിന് ശേഷം പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ ചിത്രങ്ങൾ വിപിൻ ദാസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയാണ് പൃഥ്വിരാജ് വിപിൻ ദാസ് ചിത്രം. ഫഹദ് ഫാസിലിനെ നായകനാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തമിഴ് നടൻ എസ് സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അതേസമയം പുതുവർഷത്തിൽ യുവ സംവിധായകനോടൊപ്പം സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മോഹൻലാൽ. സംവിധായകൻ തരുൺമൂർത്തിയുമായി ആദ്യമായി ഒന്നിക്കുന്ന തുടരുമാണ് പുതുവർഷത്തിൽ മോഹൻലാലിന്റെ ആദ്യ റിലീസ്. മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് മറ്റൊരു പ്രോജക്റ്റ്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഫഫബ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നും റൂമറുകളുണ്ട്. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ജിതിൻ ലാലിന് മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് നൽകി എന്നും റൂമറുകൾ വന്നിരുന്നു. എന്നാൽ ഇതത്ര അങ്ങോട്ട് സ്ഥിരീകരിക്കാറായിട്ടില്ല. ഹൃദയപൂർവ്വമാണ് പുതുവർഷത്തിൽ മോഹൻലാലിന്റെ മേജർ പ്രോജക്റ്റുകളിൽ ഒന്ന്. അത് ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അതിനിടയ്ക്കാണ് വിപിൻ ദാസുമായി മോഹൻലാലിന്റെ ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുന്നത്. മോഹൻലാലുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിപിൻ ദാസുമായി മോഹൻലാൽ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ്. അതിനാണ് മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് നൽകിയിരിക്കുന്നത് എന്നത് സത്യമെന്നും അവർ പറയുന്നു. എന്നാൽ ജിതിൻ ലാലിന്റെ മോഹൻലാൽ സിനിമ എന്ന് പറയുന്നത് ഇതുവരെ ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് അവരുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഗംഭീര ലൈനപ്പുകളാണ് എത്താൻ പോകുന്നത്. അത് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള സന്തോഷവും നൽകുന്നു. ഒരു വ്യത്യസ്തമായ ചിത്രം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നും മോഹൻലാലിൻ്റെതായി പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം വിപിൻ ദാസിന്റെ ചിത്രങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ബറോസ് എന്ന ചിത്രമാണ്. ബറോസ് സമ്മിശ്ര പ്രതികരണങ്ങളോടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും അധികം കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബറോസും. മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായ ചിത്രത്തിൽ എത്തിയത്. അദ്ദേഹത്തിന് പുറമെ വിദേശത്തു നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ബറോസിന്റെ ഭാഗമായി. മോഹൻലാൽ വിളിച്ചാൽ ആരും ഈ ചിത്രത്തിൽ അഭിനയിക്കും. എന്നിട്ടും മലയാളത്തിൽ നിന്ന് അഭിനേതാക്കൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പറയുകയാണ് ഇപ്പോൾ മോഹൻലാൽ. എല്ലാ കഥാപാത്രങ്ങൾക്കും കണ്ടു പരിചയമില്ലാത്ത മുഖങ്ങൾ വേണമെന്ന് തോന്നിയിരുന്നുവെന്നും ഒരു മലയാള സിനിമയാണെന്ന് കാണുന്നവർക്ക് തോന്നരുതെന്ന് കരുതിയെന്നുമാണ് നടൻ പറയുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും കണ്ടു പരിചയമില്ലാത്ത മുഖങ്ങൾ വേണമെന്ന് തോന്നിയിരുന്നു. ഒരു മലയാള സിനിമയാണെന്ന് കാണുന്നവർക്ക് തോന്നരുത്. അതുകൊണ്ടാണ് പരിചിതമായ മുഖങ്ങളെയെല്ലാം ഒഴിവാക്കിയത്. കഥാപാത്രങ്ങളുടെ ശബ്ദത്തിന് പോലും മുമ്പ് കേട്ട വോയിസ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിക്ക കഥാപാത്രങ്ങളെയും ഓഡീഷനിലൂടെയാണ് കണ്ടെത്തിയത്. ഇസബല്ലയായി ആദ്യം മറ്റൊരു കുട്ടിയെയാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോവിഡ് കാരണം അവർക്ക് വരാൻ പറ്റാതായി. അങ്ങനെയാണ് മായയെ കണ്ടെത്തുന്നത്. സുനിത റാവു എന്ന ഗായികയുടെ മകളാണ് മായ. മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു. അതിനൊപ്പം തന്നെ ബറോസ് എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിരൂപകരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മലയാളത്തിൽ പ്രമുഖ നിരൂപകർ എന്ന് പറയുന്ന പലരും ബറോസിനെ കീറിമുറിക്കുന്ന രീതിയിലേക്ക് റിവ്യൂ പറഞ്ഞിരുന്നു. അതിനുശേഷം പലരും പ്രതികരിച്ചുകൊണ്ട് എത്തുകയുണ്ടായി. മോഹൻലാലിന്റെ ബറോസ് എന്ന 3D ചിത്രത്തിന്റെ അനുഭവത്തെക്കുറിച്ച് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ KC റിയാസുദ്ദീൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. കുടുംബത്തോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിച്ച് കാണാനാവുന്ന എന്റർടൈൻമെന്റ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബറോസ് മികച്ച 3D അനുഭവം, കുടുംബത്തോടൊപ്പം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കും ആസ്വദിച്ച് കാണാനാകുന്ന എന്റർടൈൻമെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അശ്വന്ത് കുക്കിന്റെ റിവ്യൂ കാണാൻ തുടങ്ങിയത് പിന്നെ മോഹൻലാൽ അദ്ദേഹം ചെയ്യാനുള്ള റോളുകളൊക്കെ എന്നോ എത്രയോ വട്ടം ചെയ്ത് പൂർണ്ണതയിലെത്തിച്ച മഹാനടനാണ്. ഒരു ഹേറ്റ് ക്യാമ്പയിനിൽ നിന്നും തകർക്കാനാകാത്ത അത്ഭുത പ്രതിഭയാണ് ലാൽ. മോഹൻലാൽ കന്നി സംവിധാന മികവിന് അഭിവാദ്യങ്ങളെന്നും റിയാസുദ്ദീൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിനായി കുടുംബ പ്രേക്ഷകരാണ് പ്രധാനമായും തിയേറ്ററിലേക്ക് എത്തിയത്. പീരീഡ് ഫാന്റസി ജോണറിൽ കഥ പറയുന്ന ചിത്രം കുട്ടികൾക്കായാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിലെത്തിയ ബറോസിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിരുന്നു.